അതിനെ ജാൻമണി ബിഗ് ബോസ് സീസൺ 6 ശേഷം പ്രേക്ഷകർ ഏറെയധികം നെഞ്ചിലേറ്റുകയും ഒപ്പം തന്നെ ബുള്ളി ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ജാൻമണി എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നുണ്ട് ജാൻമണിയുടെ ഒരുപാട് വീഡിയോകൾ കൃത്യമായ ആളുകൾ അതിനെ വിമർശിക്കുന്ന രീതി അതൊരു സഭ്യമായ രീതിയിലല്ല വിമർശിക്കുന്നത്. അവരുടെ ഡ്രസ്സിങ്ങിനെ ആണെങ്കിലും അവർ നടക്കുന്ന രീതിയാണെങ്കിലും അവരുടെ ശാരീരിക ഭംഗിയാണെങ്കിലും ഒക്കെ വളരെയധികം മ്ലേച്ഛകരമായ രീതിയിൽ ആളുകൾ അതിനെ പോർട്രേ ചെയ്യുന്നത്. ചില കാർട്ടൂൺ കഥാപാത്രങ്ങൾ എനിക്ക് സിനിമ കഥാപാത്രങ്ങളായിട്ട് അതിനെ കമ്പയർ ചെയ്യുന്നു. എന്താണ് അതിന്റെ ഒരു ലോജിക്കല്ല, എന്താണ് അതിൽ അവർ കാണുന്ന ഒരു മാനം? ബോഡി ഷേമിങ്ങിന്റെയും ജെൻഡർ ഷേമിങ്ങിന്റെ ഒക്കെ അങ്ങേയറ്റത്താണ് ജാൻമണിയെ വിമർശിക്കുന്നത്. കാരണം ബിഗ് ബോസ് എന്ന പരമ്പരയിലൂടെയാണ് ജാൻമണി ഫെയിം ആവുന്നത്. നാദർ ഇറങ്ങി കഴിഞ്ഞപ്പോഴും ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ ആ ഒരു ഫെയിമിന് ശേഷം പിന്നീട് അവർ ഒരു സോഷ്യൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജെൻഡറിനെ വെച്ചിട്ട് ഇത്തരം കളിയാക്കലുകൾ, അവരുടെ വസ്ത്രത്തെ വിമർശിക്കപ്പെടുന്നു. അതേ രീതി തന്നെയാണ് ജാൻമണിയുടെ കേസിലും. ജാൻമണിക്ക് പിന്നെയും ഒരുപാട് വിമർശനങ്ങൾ ബിഗ് ബോസിൽ ഉള്ളപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ജെൻഡർ വെച്ചിട്ടുള്ള ഒരു വിമർശനങ്ങളാണ് പുറത്തിറങ്ങിയപ്പോൾ കിട്ടുന്നത്. അല്ലെങ്കിൽ സഹമത്സരാർത്ഥിയായ അഭിഷേകിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഉടനെ അതിന് വിമർശിക്കപ്പെടുകയാണ്. കാരണം ഒരുപാട് തവണ അവരതിന് പ്രതികരിക്കുന്നുണ്ട്. ഞങ്ങൾ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? കാരണം അത് അവരുടെ ഒരു സ്വകാര്യതയിൽ അവരെടുക്കുന്ന ഫോട്ടോകളാണ്. അതിനെ ജെൻഡർ വൽക്കരിച്ച ഒരു വിമർശനം എന്ന് പറയുന്നത് ഒരു ബുള്ളിങ് അല്ലേ? അത് ഒരു വ്യക്തി അതൊരു ബുള്ളിങ് അല്ലേ എന്നുള്ളത് ബുള്ളിങ് ആണ് എന്നുള്ളതാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് നമ്മള് മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ഇതിലിപ്പോ ഒരു വ്യത്യാസമൊന്നുമില്ല. അത് മൂന്ന് ജെൻഡറുകളാണ്. അതിനെ ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. കാരണം അതൊരു മൈനോറിറ്റി ആയതുകൊണ്ടാണ് ആ ഒരു പരിഗണന നൽകുന്നത്. അല്ലാതെ നമ്മളെയൊക്കെ പോലെ നോർമലായ മനുഷ്യരാണ് അവരും. പക്ഷെ ഇത് നോർമൽ ആണെന്നും ഈ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടും LGBTQ വേണ്ടിയിട്ട് ഒരുപാട് ഘോരം മലയാളികൾ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഇതിലൊന്നും ഇപ്പോഴും അംഗീകരിക്കാൻ നമ്മുടെ മനസ്സൊന്നും ഹണി റോസ് ആ ഒരു വ്യക്തിയെ അപ്പൊ ആ ഹണി റോസിനെ ഇത്തരത്തിലുള്ള വിമർശിച്ചതിനാണ് അവർ കേസ് കൊടുത്തത്. അപ്പൊ അതേ സ്വാതന്ത്ര്യം തന്നെ ജാൻമണിക്കും ഇല്ലേ? തീർച്ചയായിട്ടും ജാൻമണി അതിനെ നിയമപരമായി നേരിടുകയാണെങ്കിൽ കൃത്യമായി കേരളത്തിൽ നിയമവ്യവസ്ഥകൾ ജാൻമണിക്കൊപ്പം നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരിക്കലും എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഇനി ഏത് വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിലും ആരാണെങ്കിലും അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആണ്, അല്ലെങ്കിൽ 4 പേര് അറിയുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്നുള്ളത് കൊണ്ട് അവരെ നമുക്ക് എന്തും പറയാം എന്നുള്ളൊരു ഫ്രീഡം നമ്മുടെ നാട്ടിൽ നമുക്കില്ല. അവരുടെ ഒരു വീഡിയോ തന്നെ അവര് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. 1-2 അക്കൗണ്ടുകളിലൊക്കെ ആദ്യം വന്നു. ഇങ്ങനെ അവരൊരു വീഡിയോയിൽ ഇങ്ങനെ അവർ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പോർഷൻ മാത്രം വളരെ വൾഗറായിട്ട് വരച്ചിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തും. അത് ആസ്വദിക്കാൻ കുറെ ആൾക്കാരുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഒരു വിഷമം. അതൊരു ചിന്താഗതിയുടേതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഹണി റോസിന്റെ വിഷയം സംസാരിക്കുന്ന സമയത്ത് ഞാൻ മുൻപ് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഹണി റോസ് എന്ത് ഡ്രസ്സ് ഇട്ടാലും പ്രശ്നമാണ്. ഹണി റോസ് ഗൗൺ ഇട്ടാൽ പ്രശ്നമാണ്, സാരി ചുറ്റിയാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഹണി റോസ് എന്ത് വസ്ത്രമോ ആയിരിക്കട്ടെ അത് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ ശരീരം അങ്ങനെ ആയി പോയതുകൊണ്ട് ഇവരെന്താണ് ഈ ശരീരഭാഗങ്ങൾ മുറിച്ചു കളയണമെന്നാണോ ഒരു ആവശ്യപ്പെടുന്നത്? അതല്ലെങ്കിൽ ഇവർ പറയട്ടെ എന്ത് ഡ്രസ്സ് ഉണ്ട്, ബാഗി പാൻസും ലൂസായിട്ടുള്ള ടോപ്പും ഇട്ട് നടക്കുന്ന ഹണി റോസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഡ്രസ്സ് ഇട്ട വീഡിയോന് താഴെയും തന്നിരിക്കുന്ന കമന്റുകൾക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ ഇടുന്ന ഡ്രസ്സിലൊന്നും അല്ല അവരുടെ പ്രശ്നം, ഇവരുടെ കാഴ്ചപ്പാടിലാണ്. സംബന്ധിച്ച് അവരൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടെയാണ്. അപ്പൊ അത്തരം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവരെപ്പോഴും നല്ല രീതിയിൽ ഒരുങ്ങി നടക്കാൻ, അല്ലെങ്കിൽ ജാൻമണിയെ സംബന്ധിച്ച് ജാൻമണി പറയുന്നുണ്ട് അവർക്ക് ഒരുപാട് ഒരുങ്ങിയിരിക്കുന്നതിനാണ് ഇഷ്ടം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. നമ്മളോട് ഒരാൾ ഒന്ന് പറയാണ് നീ ആ മേക്കപ്പ് ഇടരുത് എന്ന്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയാൻ അതിനൊരു അടിസ്ഥാനമില്ല. ജാൻമണിക്ക് അങ്ങനെ നടക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ അതിന് ഇത്രത്തോളം വിമർശിക്കേണ്ട കാര്യമുണ്ട്? അവരെ മാത്രം ഇങ്ങനെ ഒരു ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അതിനൊരു ആവശ്യകതയില്ല. പക്ഷെ മലയാളികളുടെ മനസ്സ് അത്രത്തോളം വിശാലമല്ല എന്നുള്ളതാണ്. എന്തിനേയും വിമർശിക്കുക എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചൊരു ഹാബിറ്ററ്റ് ആണ്. അതിന് നമുക്ക് ഇനി എങ്ങനെ തിരുത്താൻ പറ്റുമെന്ന് നമുക്കറിയില്ല. പക്ഷേ സ്വന്തം അയാളെ കുറിച്ചിട്ടാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത് എങ്കിൽ അത് എത്രത്തോളം അയാളെ വേദനിപ്പിക്കും എന്നുള്ളത് സ്വന്തം തായി ചിന്തിച്ചു നോക്കാനുള്ള മനസ്സ് ഈ കമന്റ് ഇടുന്നവർക്ക് വേണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജാൻമണിയെ തിളക്കത്തിലെ കൊച്ചുപ്രേമൻ ചേട്ടനുമായിട്ട് ഉപമിച്ച് പല രീതിയിലുള്ള ആ ഒരു ഷോർട്സ് വെച്ചിട്ട് ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഡിഫമേഷൻ പോലെയുള്ള കാര്യങ്ങളാണ്. ഡിഫമേഷൻ അല്ല, ബോഡി ഷേമിംഗ് പോലെയുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് ഇത് എത്തിക്കുന്നത്. കാരണം വ്യക്തി അധിക്ഷേപം കൂടെയാണ്. കാരണം ജാൻമണി എന്ന് പറയുന്നത് ഞാൻ വുമണായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത്. സോഷ്യലി അവർ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരാളെ ഒരു മെയിൽ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെടുത്തി പറയുക എന്നുള്ളത്, അത് മെയിൽ ക്യാരക്ടറോ ഫീമെയിൽ ക്യാരക്ടറോ ആയിക്കോട്ടെ, ആ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതൊരു സിനിമയിലെ ഒരു പോർട്രയൽ മാത്രമാണ്. അതുമായി ബന്ധപ്പെടുത്തി നമ്മൾക്ക് ഒരാളെയും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്. നല്ലതാണെങ്കിലും ഇപ്പോ
ബോച്ചെ കുന്തി ദേവിയുമായി ഹണി റോസിനെ കമ്പയർ ചെയ്തപ്പോൾ ഉണ്ടായ പുയില് ഇവരെല്ലാവരും കണ്ടു കാണണമല്ലോ. അപ്പൊ അതുപോലെയൊക്കെ തന്നെയാണ് ഇതും. അദ്ദേഹം വാക്കാൽ ചെയ്ത് ഇവര് ഫോട്ടോ വെച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവരാരും സ്വന്തമായി ജെന്യൂൻ ആയിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നവരാരും മറ്റൊരാളെ പരിഹസിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു തലമുറ, അതും സോഷ്യൽ മീഡിയയിലുള്ളത്. ഈ തലമുറയിൽ കൂടുതലും പുതുതലമുറയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്, എല്ലാവരിലും ഉണ്ട് ഇത്തരം പരിഹാസങ്ങൾ. എത്ര മോശമായിട്ട് പരിഹസിക്കാൻ പറ്റുമോ അത്രത്തോളം മോശമായിട്ട് പരിഹസിക്കുക. അതും ഈ അക്കൗണ്ടുകളിൽ മാത്രമല്ല, ഈ റീൽസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകൾ മാത്രമല്ല, ഇവരുടെ ഒറിജിനൽ അക്കൗണ്ടിൽ പോലും അവർക്കൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവിടെ പോയി വരെ ഇത്തരം കമന്റുകൾ ഇടുക. അവർ 100 തവണ ഇതിനെതിരെ എത്ര തവണ പ്രതികരിക്കാൻ പറ്റും, എത്ര അക്കൗണ്ടുകളെ നമുക്ക് പ്രതികരിക്കാൻ പറ്റും. ദിനം പ്രതി അവർക്ക് ഒരു ഫോട്ടോ പോലും, അവർക്ക് സോഷ്യലി ഒരു അക്കൗണ്ടിൽ ഒരു ഫോട്ടോ പോലും ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇത്തരം പരിഹാസം. ആക്ച്വലി എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിൽ നമുക്ക് തടിച്ചാലും ജീവിക്കാൻ പറ്റില്ല, മെലിഞ്ഞാലും ജീവിക്കാൻ പറ്റില്ല, വെളുത്താലും ജീവിക്കാൻ പറ്റില്ല, കറുത്താലും ജീവിക്കാൻ പറ്റില്ല. എങ്ങനെ പോയാലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല മീൻസ് ഇവരെ ഒന്നും പ്ലീസ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഇവരെ എല്ലാവരും പുച്ഛത്തോടു കൂടി മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു ടാസ്ക് മാത്രമാണ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ജാൻമണിയുടെ വളർച്ച എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ബിഗ് ബോസിന് മുൻപേ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജാൻമണി എന്ന് പറയുന്നത്. ജാൻമണിയെ കൃത്യമായി ഒരു സോഷ്യൽ ട്രെൻഡ്സ് ഒക്കെ നിരീക്ഷിക്കുന്നവർക്ക് ജാൻമണിയെ കൃത്യമായി അതിന് മുൻപ് തന്നെ അറിയാം. ബിഗ് ബോസിലൂടെയാണ് ജാൻമണി എല്ലാവരിലേക്കും എത്തിയത് എങ്കിലും അതിന് മുൻപ് തന്നെ ജാൻമണിയും ബ്രിട്ടാസുമായിട്ടുള്ള അഭിമുഖമൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പൊ ഈ ജാൻമണീനെ ഇങ്ങനെ ഒരു ലൈം ലൈറ്റിലേക്ക് വരുന്നതും അല്ലെങ്കിൽ അവർ ഇത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതും ആർക്കും അത്ര കണ്ട് അങ്ങ് ദഹിക്കണമെന്നില്ല. ഇപ്പൊ നാദിരയുടെ വിഷയത്തിലും അതാണ് ഉണ്ടായിരിക്കുന്നത്. നാദിര എന്ന് പറയുന്നത് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. പക്ഷേ അവര് കൃത്യമായി അവരുടെ നിലപാടുകൾ പറയുന്നു, അല്ലെങ്കിൽ കൃത്യമായി ആളുകൾ അതിനെ അംഗീകരിക്കാൻ മടിയാണ്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലെ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ അവിഭാജ്യ ഘടകമായി അവർ മാറിയിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും നമ്മളിവരെ കൂടെ നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ പല അക്കൗണ്ടുകളിലും കൂടെ കയറിയിട്ട് ഇവരെന്ത് പറഞ്ഞാലും അതിനെതിരെ നെഗറ്റീവ്. അത് സത്യാവസ്ഥ ഉണ്ടോ എന്ന് പോലും നോക്കത്തില്ല. പറയുന്ന ഈ ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ നെഗറ്റീവ് പറയും, ആ ഒരു രീതിയിലേക്കാണ് മാറുന്നത്. എന്നാലും മലയാളികളുടെ ഈ ചിന്താഗതികൾക്കൊന്നും മാറ്റം സംഭവിക്കില്ല. ഇതിനെയൊക്കെ നേരിടാനുള്ള ധൈര്യം നമ്മളെല്ലാവരും, ഇപ്പൊ അത് ട്രാൻസ് കമ്മ്യൂണിറ്റി ആണോ, നമ്മൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നമ്മൾ തന്നെ അതിനുള്ളൊരു ധൈര്യം സംഭരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിതിൽ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്.